നമസ്കാരം ഫ്രണ്ട്സ്. ഇവിടെ എന്താ ഒരു പരിപാടി എന്ന് വെച്ചാൽ, എൻ്റെ കയ്യിൽ ചെറിയൊരു ഗോൾഡൻ കാസ്കേഡ് പ്ലാന്റ് ഒരു മാസം മുമ്പ് വാങ്ങിയത് നന്നായിട്ട് വളർന്നു വന്നു. അപ്പോൾ അതിനൊരു സ്റ്റാൻഡൊക്കെ കൊടുക്കേണ്ട ടൈമായി, വലിയ പോട്ടിലോട്ട് മാറ്റേണ്ട ടൈമായി. അതിനെ ഒന്ന് മാറ്റി നട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം പോട്ടിൽ പകുതി മണ്ണൊക്കെ നിറച്ചതിന് ശേഷം കേട്ടോ ഓർത്ത് ഒന്ന് വീഡിയോ എടുത്തേക്കാമെന്ന്. ഇത് ഞാൻ ഒരു മാസം മുമ്പ് വാങ്ങിയതാണ്. കറക്റ്റ് ഒരു മാസമായിട്ടുള്ളൂ. ഒരു മാസം മുമ്പ് വാങ്ങിയപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ 2 ഇലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 10 സെൻറ്റിമീറ്റർ നീട്ടത്തിൽ 2 ഇലകളായിട്ട് അതിന് പുതിയൊരു നാമ്പും വന്ന് അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതിൻ്റെ സൈസ്. അതായത് ഇപ്പോൾ കാണുന്ന ഈ ഇത്രയൊരു സൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ താഴെ നിന്ന് ഇത്രയും സൈസ്. അത് ഞാൻ സാധാരണ പോട്ടിംഗ് മിക്സ് ഇത്തിരി ചാണകപ്പൊടിയും പിന്നെ വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ വെജിറ്റബിൾ വേസ്റ്റിൻ്റെ കമ്പോസ്റ്റില്ലേ അതും സാധാ മണ്ണും ചേർത്താണ് നട്ടത്. അപ്പോൾ അതിൽ പിന്നെ ഞാനിവിടെ നമ്മുടെ കിച്ചൻ്റെ പുറത്തുള്ള മുറ്റത്താണ് വെച്ചിരുന്നത്. അവിടെ ആകുമ്പോൾ രാവിലത്തെ ഒരു ചെറിയ സൂര്യപ്രകാശം കിട്ടും. ഒരുപാട് വെയിലത്തോട്ട് ഞാൻ വെച്ചില്ല. അപ്പോൾ അവിടെ വെച്ചിരുന്ന കാരണം ഇടയ്ക്ക് മുട്ടയുടെ തൊണ്ട്, മുട്ട ഉണ്ടാക്കുമ്പോഴൊക്കെയുള്ള മുട്ടത്തൊണ്ട് പെട്ടെന്ന് കൊണ്ടുവന്ന് ഇതിലിടും, എന്നിട്ട് മണ്ണിട്ട് മൂടും. വേറെ വളമൊന്നും ഈ ഒരു മാസത്തിനിടയ്ക്ക് കൊടുത്തില്ല കേട്ടോ. പക്ഷേ ഇത് നന്നായിട്ട് ഗ്രോത്ത് വന്നു. അതായത് 1 മീറ്ററിൽ കൂടുതൽ ഇതിന് വലിപ്പം വെച്ചു. അപ്പോൾ നമ്മളൊരു സ്റ്റാൻഡൊക്കെ കൊടുക്കേണ്ട ടൈമായിട്ടുണ്ട്. ഇത് ഞാൻ തൽക്കാലത്തേക്ക് ഇതിൻ്റെ അടുത്ത് കൊണ്ടുവന്നങ്ങ് വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇതിനൊന്ന് തൽക്കാലം ഞാൻ റീപ്പോർട്ട് ചെയ്യുന്നത് വരെ ഒരു സപ്പോർട്ടായിക്കോട്ടെ എന്ന് കരുതി ഈ പോട്ടിന് വെളിയിൽ ഇത് തൽക്കാലത്തേക്ക് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ റീപ്പോർട്ട് ചെയ്യാൻ വലിയൊരു പോട്ട് എടുത്തിട്ടുണ്ട്. ഒരു 16 ഇഞ്ച് പോട്ടാണ്. അതിൽ ഏറ്റവും താഴെ ഞാൻ ചകിരിയാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ചകിരി കട്ടിക്ക് തന്നെ വെച്ചു. അതിൽ മുകളിൽ ചകിരിക്ക് മുകളിൽ കുറച്ച് കരിയില ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കരിയില പൊങ്ങിയിരിപ്പുണ്ട്. കുറച്ച് കരിയില ഇട്ടിട്ടുണ്ട്. പിന്നെ പോട്ടിംഗ് മിക്സ് എന്ന് പറയണത് ഇതിലുള്ളത് സാധാരണ മണ്ണ്, കുറച്ച് നമ്മൾ വെജിറ്റബിൾസിൻ്റെ ബയോ കമ്പോസ്റ്റില്ലേ, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ്, പിന്നെ അതിൻ്റെ കൂടെ ഇത്തിരി സ്റ്റെറാമീൽ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതാണ് പാക്കറ്റ് ഓർഗാനിക് മാന്യൂർ സ്റ്റെറാമീൽ. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത മണ്ണാണേ. അത് കുറച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സാഫ് ഇട്ടിട്ടുണ്ട്, ഫംഗിസൈഡ്. അപ്പോൾ ഇനി ഇത് റീപ്പോർട്ട് ചെയ്തതിന് ശേഷം ബാക്കി കുറച്ചുകൂടെ മണ്ണിട്ട്, ഞാൻ ആദ്യമേ നടുമ്പോൾ ഒരിക്കലും ഫുൾ പോട്ടിലായിട്ട് ഒരു ചെടി നടുമ്പം മണ്ണിട്ട് കൊടുക്കാറില്ല കേട്ടോ. ഒരു 3/4 ഭാഗം ഇടാറുള്ളൂ. അതിന് ശേഷം ചെടി വളരണ അനുസരിച്ച് കുറേശ്ശെ മണ്ണിട്ട് കൊടുക്കും. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും നമുക്ക് ചെറിയ വളമൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ, കമ്പോസ്റ്റൊക്കെ ഇടണമെങ്കിൽ ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിൽ മണ്ണിട്ട് കൊടുക്കുക സാധാരണ ചെയ്യാറ്. കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഒരു പേരേൻ്റെ തൈ കുറച്ച് നാൾ മുമ്പ് നട്ടാണ്. അപ്പോൾ ഇതുപോലെ ഇത്രയും ഞാൻ വലിയ ചട്ടിയിലൊക്കെയാണ് ഇങ്ങനെ ഹാഫായിട്ടേ മണ്ണിടത്തുള്ളൂ. അത് കഴിഞ്ഞ് ഇത് വളരണ അനുസരിച്ച് മാത്രമേ കൂടുതൽ മണ്ണിട്ട് വരത്തുള്ളൂ കേട്ടോ. ഇത് പെട്രിയ വൈറ്റാണ്. ഈ പറഞ്ഞ പോലെ ഇതിപ്പം ഒരാഴ്ച ആയിട്ടില്ല കേട്ടോ. ഒരാഴ്ച കഷ്ടിയായതുള്ളൂ ഞാൻ വാങ്ങി നട്ടുപിടിപ്പിച്ചിട്ട്. അപ്പോൾ ഇത് നട്ടുപിടിപ്പിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് വെയിലുള്ളിടത്തല്ല ഞാൻ വെച്ചിരിക്കുന്നത്. എൻ്റെ കിച്ചൻ്റെ മുറ്റത്ത്, കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന മുറ്റത്ത് ഒരു രാവിലത്തെ ചെറിയ സൂര്യപ്രകാശം കിട്ടുന്ന സൈഡിലാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്. ഈ നട്ട് കൊടുത്ത ഉടനെ ഞാൻ ഇവിടെയാണ് വെക്കാറ്. ഇവിടെ ആകുമ്പോൾ ഒരുപാട് വെയിലില്ല. പക്ഷേ ഇത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ പറഞ്ഞ പോലത്തെ സെയിം പോട്ടിംഗ് മിക്സ് കൊടുത്താണ് ഈ വൈറ്റ് പെട്രിയ ഞാൻ നട്ടിരിക്കുന്നത്. ഇതൊരു ചെത്തിയാണ്. ഇതൊരു ചെറിയ പോട്ടിലാട്ടോ നട്ടിരിക്കുന്നത്. ഇതും കുറച്ച് നാളെയുള്ളൂ ഞാൻ വാങ്ങി നട്ടിട്ട്. ഇതിൻ്റെ പേര് ഞാൻ മറന്നു. ഒരു പർപ്പിൾ പോലത്തെ പൂവുണ്ടാവുന്ന മോണോ ലാവൻഡറോ അങ്ങനെ എന്തോ അതിൻ്റെ പേര് മറന്നു പോയിട്ടോ. ആ ചെടിയാണ് ഈ നിൽക്കുന്നത്. എൻ്റെ വയലറ്റ് പെട്രിയാണ്. ഞാൻ വാങ്ങി നട്ടിട്ടിപ്പോൾ ഒരു 8-9 മാസമായിട്ടുണ്ട്. നന്നായിട്ട് വളർന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഈ
പോട്ടിൽ കണ്ടോ, ഞാൻ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം അര ഭാഗത്തിൽ കുറച്ച് മുകളായിരുന്നു ആദ്യം മണ്ണിട്ടുന്നത്. ഇത് വളരുന്നതനുസരിച്ച് കുറേശ്ശെ കമ്പോസ്റ്റും മണ്ണും ഒക്കെ ഇട്ട് ഇങ്ങനെ വരുവാണ്. ഇപ്പോൾ മുകളിൽ ഞാൻ കുറച്ച് ചകിരിച്ചോറ് വെച്ചത്, ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് മുകളിൽ കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മണ്ണും ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്ത് മുകളിൽ ഇപ്പോൾ കണ്ടോ വേരൊക്കെ മുകളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കണം. ഞാൻ അങ്ങനെയാണ് സാധാരണ പോട്ടിൽ വളർത്തുന്നതിന് ചെയ്യാറ്. ഒറ്റയടിക്ക് ഫുൾ പോട്ട് നിറച്ച് ഇട്ട് കൊടുക്കാറില്ല. ഇത് കണ്ടോ, ഇതെൻ്റെ വീടിൻ്റെ സൺഷെയ്ഡിലോട്ട് എനിക്ക് പതുക്കെ കയറ്റണം. അപ്പോൾ ഇത് പൂക്കാറായി എന്നാണ് എൻ്റെ വിചാരം. ഞാനപ്പോൾ ഇത് വാങ്ങിയെടുത്ത് ചോദിച്ചപ്പോൾ ഇനി ഇടയ്ക്കൊന്ന് DAP NPK അപ്ലൈ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇതൊരു 8 months ആയിട്ടുള്ള പെട്രിയ പ്ലാന്റാണ്, പെട്രിയ വയലറ്റ്. അത് നേരെ ഒന്ന് പടർത്തി വിടാറായിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ അതിൻ്റെ ഫുൾ സൈസ്? അപ്പോൾ ഒരു സൂത്രം കാണിച്ചു തരട്ടെ ഇതിനിടയ്ക്ക്. ഇതുണ്ടോ, നമ്മുടെ ഇസ്രായേലത്തി പ്ലാന്റാണ്. കണ്ടോ, ഇസ്രായേലാണോ ഈജിപ്റ്റാണോ ഓർമ്മയില്ല. ഇപ്പോൾ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ കുറച്ച് നാൾ 3-4 മാസം മുമ്പുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ പ്ലാന്റ് നല്ല വളർന്നായിരുന്നേ. എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. നല്ല വളർന്ന് നല്ല ഹൈറ്റൊക്കെ വെച്ച് 1-2 ഫ്രൂട്ടും ഉണ്ടായ സമയത്ത് ഞാനിത് വെച്ചിരുന്നത് നല്ല വെയിലത്താണ്. ആ നല്ല വെയിലത്ത് വെച്ചിരുന്ന സമയത്ത് എന്നാ പറ്റിയെന്ന് വെച്ചാൽ, നല്ല വെയിലും കൊണ്ട് അതനുസരിച്ച് ഇടയ്ക്ക് നല്ല മഴയും പെയ്തപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഇലയും പൊഴിഞ്ഞു പോയി, ആ ഫ്രൂട്ട്സും പോയി. പിന്നെ ആകെ ഇതൊരു കമ്പ് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മോൾ ഭാഗം കുറേ ഞാൻ കട്ട് ചെയ്തു, ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തു. വളരുമോ എന്നറിയത്തില്ല. പിന്നെ ഇതുപോലെ സൺഷെയ്ഡിലോട്ട്, അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന ഷെയ്ഡിലോട്ട് മാറ്റിയിട്ട് ഞാൻ ആ മണ്ണ് നന്നായിട്ട് ഉണങ്ങാനുള്ള സമയം കൊടുത്തു. നല്ല നനഞ്ഞിരുന്ന് ചീഞ്ഞു പോയി തുടങ്ങിയതാണ്. അപ്പോൾ അതിന് ശേഷം മണ്ണൊന്ന് ഡ്രൈ ആയ ശേഷം ഞാൻ കുറച്ച് DAP മണ്ണൊക്കെ ഇളക്കി ഇട്ട് കൊടുത്ത് ഡെയിലി കുറേശ്ശെ വാട്ടറിങ് ചെയ്ത് ഇപ്പം ഷെയ്ഡിലാണ്, മഴ ഒത്തിരി കൊള്ളിക്കാണ്ട് മാറ്റി വെച്ചിരിക്കുക. ഇത് നന്നായിട്ടിപ്പം 2 പ്രാവശ്യം ഞാൻ DAP ഇട്ട് കൊടുത്തതിന് ശേഷം 1-2 ഇലയൊക്കെ വന്നത്. അതിന് ശേഷം ഞാൻ പിന്നെ DAP ഇട്ട് കൊടുത്തിട്ടില്ല. ഒന്ന് വളർന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ ഓർഗാനിക് കമ്പോസ്റ്റ്, വീട്ടിലുണ്ടാക്കുന്ന കമ്പോസ്റ്റിലെ വെജിറ്റബിൾസിൻ്റെയൊക്കെ വേസ്റ്റ് വെച്ചിട്ടുള്ള കമ്പോസ്റ്റ്, അത് ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഇട്ട് കൊടുത്തിപ്പോൾ അത് ഒരു ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വലുതായി വരുന്നു തോന്നുന്നു. ഇനി പൊഴിഞ്ഞു പോയില്ലെന്ന് തോന്നുന്നു. ഞാൻ ഇതിനെ മഴ കൊള്ളിക്കാണ്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല വെയിലുമുണ്ട്. പിന്നെ ഒരു സൂത്രം കാണിച്ചു തരട്ടെ. ഇതെൻ്റെ വെള്ളക്കാന്താരി ചെടിയാണ്. ഇതിൽ ഞാൻ എല്ലാം പറിച്ചു കഴിഞ്ഞു കേട്ടോ. ഒന്ന് പറിക്കുന്നതിന് മുമ്പ് ഞാൻ ഓർത്തില്ല വീഡിയോ ഒന്നും എടുക്കാനായിട്ട്. പെട്ടെന്ന് കറിയിലൊക്കെ ഇടാനായിട്ട് എടുത്തപ്പോൾ ഞാൻ പെട്ടെന്ന് പറിച്ചുകൊണ്ട് പോയി. മുഴുവൻ തന്നെ പറിച്ചു. ഒത്തിരി ഉണ്ടായി കേട്ടോ. ഇതിൻ്റെ ചുവട്ടിൽ ഞാൻ എപ്പോഴും ഇടുന്നത് എന്താണെന്നറിയോ, നമ്മുടെ വെജിറ്റബിൾ വേസ്റ്റ് മാത്രം. വേറെ ഒരു തരത്തിലുള്ള വളം ഇട്ട് കൊടുക്കാറില്ല. 2 ആഴ്ച കൂടുമ്പോൾ വെജിറ്റബിൾ കമ്പോസ്റ്റ് ഇല്ലേ, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ബയോ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ വലിയ പോട്ടിലോട്ട് നട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനി കൊണ്ടുപോയി, ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു അര ഭാഗത്തിൽ മുകളിൽ ഞാൻ മണ്ണിപ്പിട്ടിട്ടുള്ളൂ. മുകളിൽ കുറച്ച് സാഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വളരണേ അനുസരിച്ച് മാത്രമേ ഇതിൽ കുറേശ്ശെ മണ്ണും കമ്പോസ്റ്റും മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഞാൻ അങ്ങനെയാണ് ആ പെട്രിയ പ്ലാന്റ് മുമ്പ് കാണിച്ചില്ല, അതിനെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കാർ പോർച്ചിൻ്റെ സൈഡിൽ കൊണ്ടുപോയി വെക്കാമെന്നാണ് കേട്ടോ. ഇനി ഇത് വളർന്നൊക്കെ കഴിയുമ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഇടാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.